Hello friends, welcome to Vrindavan PSC World. So this is a famous quote by Thomas Alva Edison. Our greatest weakness lies in giving up. The most certain way to succeed is always to try just one more time. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വാട്ടാണിത് അല്ലേ? നമ്മളിൽ മിക്കവരും എന്താണ് ചെയ്യാറുള്ളത്? ഒന്ന് കഴിഞ്ഞാൽ രണ്ടിന് ഏതൊരു കാര്യവും എന്ത് ചെയ്യും? നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യും അല്ലേ? എന്നാൽ അങ്ങനെയാണോ വേണ്ടത്? അല്ല. നമ്മൾ ഒരു തവണ കഴിഞ്ഞ് അടുത്തൊരു ട്രൈ നടത്തുന്ന സമയത്ത് നമ്മുടെ എഫേർട്ട് മുൻപത്തേതിനേക്കാൾ കൂടുതൽ ഇട്ട് കൊടുത്ത് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ? ഇന്ന് നമ്മൾ കാണുന്ന പല മഹത് വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അവർ വിജയിച്ചിട്ടുള്ളത് ഇതേപോലെ കുറേയധികം പരിശ്രമിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പഠനം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. LDC 2024 ആണ് നമ്മളുടെ ലക്ഷ്യം അല്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പലപ്പോഴും നമുക്ക് കുറേയധികം സിലബസിലെ പോർഷൻസൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ വേണോ, നിർത്തിയേക്കാം. അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേനൽ ചൂടിനൊപ്പം പരീക്ഷാ ചൂടും തരുന്ന സ്ട്രെസ്സ് ചില്ലറയൊന്നുമല്ല അല്ലേ? വേനൽ ചൂടും മറികടക്കാൻ എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക, ദാഹിച്ചാലും ദാഹിച്ചില്ലെങ്കിൽ കൂടി അല്ലേ പരമാവധി വെയിലത്ത് നടക്കുന്നതൊക്കെ ഒഴിവാക്കുക. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ കുടിയൊക്കെ എടുത്തു പോവുക അല്ലേ? അതുപോലെ തന്നെ പരീക്ഷാ ചൂടുണ്ടാക്കുന്ന ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മളിൽ പലരും എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചികഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യാറുള്ള ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ? പരീക്ഷയുടെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ടൊക്കെ എക്സാം എഴുതാൻ പോകും പാസ്സാകാൻ വേണ്ടിയിട്ടല്ലേ? അതുപോലെ തന്നെയാണെന്ന് ചോദിച്ചാൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയാം. മാത്രമല്ല, നമുക്ക് എപ്പോഴും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നമുക്ക് എക്സാം പാസ്സാകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. വളരെ കുറച്ച് എന്നുള്ളതിനെ നമുക്കൊന്ന് മാറ്റി പിടിച്ച് ആവശ്യമുള്ളത് കണ്ടറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന എക്സാമും പാസ്സാകാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് നമ്മൾ ആദ്യം സ്ഥിരമായി ചോദിച്ചു കണ്ടുവരുന്ന ഒരു ഓൾമോസ്റ്റ് 60 to 70 ടോപ്പിക്സൊക്കെ ഉണ്ട് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറയാമെന്ന്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇത്. തീർച്ചയായും പഠിച്ചിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേ തവണ. എല്ലാം കൂടി ഒരുമിച്ച് പറയാതെ 60-70 ടോപ്പിക്സ് ഒരുമിച്ച് പറയാതെ ഓരോരോ സബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, തീർച്ചയായും പഠിക്കേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് 7 ടോപ്പിക്സ് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ ആദ്യത്തേത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അത് NHRC, അതുപോലെ തന്നെ SHRC. NHRCയിൽ നിന്ന് കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ 10ാം തരം പരീക്ഷ നോക്കുമ്പോൾ കുറേയധികം വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വിട്ടു പോകാതെ തന്നെ പഠിക്കേണ്ടതാണ്. ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ SC, ST ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൻ, അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, ദെൻ പോക്സോ ആക്ട് 2012. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് NHRC ആണ്. അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഭൂമിശാസ്ത്രം എന്നുള്ളതിൽ കേരളം എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂപ്രകൃതിയിൽ നിന്ന്, അതായത് വിസ്തീർണം, കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം, കടൽ തീരത്തിൻ്റെ വിസ്തീർണം. ഇത് വളരെയധികം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിക്കണം. ഇത് കുറേയധികം പേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിട്ട് കളയരുത്. അതുപോലെ നദികൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ, ചാലക്കുടി പുഴ, അച്ചൻകോവിലാറൊക്കെയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതുപോലെ കായലുകളിൽ നിന്ന് വേമ്പനാട്, അഷ്ടമുടിയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷി സങ്കേതങ്ങളിൽ തട്ടേക്കാട്, മംഗളവനം ഒക്കെ ഒന്നുകൂടെ നോക്കണം. വന്യജീവി സങ്കേതങ്ങളിൽ നെയ്യാർ, പേപ്പാറ, ചിന്നാർ, പെരിയാർ. ഓക്കെ, ഇതൊക്കെയാണല്ലോ നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ദെൻ ദേശീയോദ്യാനങ്ങൾ 5 ഉണ്ടല്ലോ, 5 കുറിച്ചും കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥ, അതുപോലെ ഭക്ഷ്യ കാർഷിക വിളകളിൽ നെല്ല്, വെണ്ട, പയർ, തക്കാളി, കുരുമുളകൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ. അതിൻ്റെ വെറൈറ്റീസ്, ഓക്കെ, പല ഇനങ്ങളുണ്ടല്ലോ, അത് നോക്കണം. അതുപോലെ തന്നെ ഭൗമസൂചിക പദവി കിട്ടിയ കേരളത്തിലെ വിളകളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ജലവൈദ്യുത പദ്ധതികൾ, അത് എസ്പെഷ്യലി ഇടുക്കി, ശബരിഗിരി, പള്ളിവാസൽ, മണിയാർ, ഇടമലയാർ, ഷോളയാർ, ഇതിൽ സ്വകാര്യ മേഖലയിൽ നിന്ന്, അതായത്
സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ഇതിൽ മണിയാർ, അതാണ് ആദ്യത്തെ കേരളത്തിലെ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ടയിലുള്ള മണിയാർ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മുൻവർഷ പേപ്പറുകളിൽ. അപ്പോൾ അതൊക്കെ എസ്പെഷ്യലി നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ നോക്കുകയാണെങ്കിലും ഭൂപ്രകൃതി, ഇതേപോലെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള വിസ്തീർണം, കടൽ തീര വിസ്തീർണം അതൊക്കെ നോക്കണം. ജിയോഗ്രാഫിക് ഡിവിഷൻസ് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. അതേതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ സോയില്, മണ്ണിനങ്ങൾ, എസ്പെഷ്യലി എക്കൽ മണ്ണ്, അതുപോലെ തന്നെ ബ്ലാക്ക് സോയിൽ, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. ബ്ലാക്ക് സോയിൽ, റിഗർ സോയിൽ എന്നൊക്കെ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതിൽ വളരുന്ന വിളകൾ അതൊക്കെ നോക്കണം. അതുപോലെ ധാതുക്കളും വ്യവസായവും ഇന്ത്യയിൽ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതൊക്കെ നോക്കണം. അതുപോലെ അണക്കെട്ടുകൾ, ജലഗതാഗതം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നാഷണൽ വാട്ടർ വേസ്, അത് ഓരോന്ന് എവിടെ മുതൽ എവിടം വരെയാണെന്നുള്ളത് കൃത്യമായിട്ട് മറക്കാതെ പഠിച്ചിരിക്കേണ്ടതാണ്. പിന്നെ ലോകം, വേൾഡ് ജിയോഗ്രഫിയിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ ഘടന, എർത്തിൻ്റെ സ്ട്രക്ചർ, ഇൻറ്റീരിയർ സ്ട്രക്ചർ മസ്റ്റാണ്. ദെൻ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, നദീജന്യ ഭൂരൂപങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കണം. വി ഷേപ്പ്ഡ് വാലീസൊക്കെ ഇല്ലേ, അതുപോലെ ഓക്സ്ബോ ലൈക്ക്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആഗോളവാദങ്ങൾ, കാലികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ വിത്ത് എക്സാമ്പിൾസൊക്കെ തീർച്ചയായും മനസ്സിലാക്കുക. ഏതൊക്കെ രാജ്യങ്ങളിൽ വീശുന്നു, ഇന്ത്യയിൽ ഏതൊക്കെയാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ദെൻ ഭൗമവികിരണം, റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ഋതുക്കൾ, അയനാന്തങ്ങൾ, ദെൻ ഭൂപടങ്ങൾ എല്ലാത്തിലും ചോദിക്കാറുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലെ ഓരോ രേഖകൾ എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു, കളേഴ്സ് വെച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം 32ഓളം കാര്യങ്ങൾ നമ്മൾ ഓരോരോ സബ്ജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയും നെക്സ്റ്റ് ഇതിൽ നോക്കാം. ഇതിൽ നമ്മൾ ഇതുപോലെ ഓരോ സബ്ജക്റ്റിൽ നിന്ന് പഠിക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ളത് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.